മോളെ, ഇന്നലെ നിന്റെ നോമ്പ് തുറന്റെ ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉമ്മ, വിരുന്നൊക്കെ അടിപൊളിയായിരുന്നു, ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഫാത്തിമ അവളെ വീടൊന്നും ഒരു വൃത്തിക്ക് വെച്ചിട്ടില്ല. എന്താ കാര്യം? ഈ എന്താ ഉദ്ദേശിച്ചേ? ടേബിളിന്റെ മുകളിലും ടിവിന്റെ മുകളിലും എന്താ പറയാ, ചുമരിന്റെ മുകളിൽ വരെ പൊടിയായിനുമ്മ. തീരെ വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല. മോളെ, അടുത്ത പ്രാവശ്യം നീ അവളെ വീട്ടിലേക്ക് പോകരുത്. എന്താ അമ്മ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്നേഹിതന്മാരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കി അവരെ കാണാതിരിക്കാൻ പറ്റുമമ്മ? ഒരാൾ നിന്നെ വീട്ടിലേക്ക് വിളിച്ച്, നിന്നെ ബഹുമാനിച്ച്, നിനക്ക് ഭക്ഷണം കഴിപ്പിച്ച്, നിന്നെ വിരുന്നിന് ക്ഷണിച്ച്, ഇനി അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ വീട്ടിലെ വൃത്തിയില്ലായ്മയാണോ നോക്കി നടന്നത്? ഇനി നീ അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് പോകരുത്. അവരുടെ വീട് ശുദ്ധിയില്ലാത്തത് കൊണ്ടോ വൃത്തിയില്ലാത്തത് കൊണ്ടോ അല്ല അങ്ങോട്ട് പോവണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സ് ശുദ്ധിയില്ല, നിന്റെ മനസ്സ് വൃത്തിയില്ലാത്ത മനസ്സാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.